വാചകം വരുമ്പോൾ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് പറയുന്ന എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷണ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമുക്കറിയാം, നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷിക്കാൻ വേണ്ടി ആൾക്കാർ പോകാറുണ്ടല്ലേ. സന്തോഷത്തിൻ്റെ ഒരു വഴിയാണ് മദ്യപാനം, പുകവലി, മറ്റു രീതിയിലുള്ള സന്തോഷങ്ങൾ, സ്ഥലം കാണാൻ വേണ്ടി പോവുക അല്ലേ, അങ്ങനെയുള്ള സന്തോഷങ്ങൾ ചിലർക്ക് അങ്ങനെയാണ്. പക്ഷെ അതിലൊക്കെ വലിയ ആനന്ദമാണ് നമ്മൾ ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ ആനന്ദം അല്ലേ. അങ്ങനെ ഒരു പാട്ട് തന്നെ ഇങ്ങനെയല്ലേ, യേശു തരും ആനന്ദം അതിലില്ലാത്ത ആനന്ദം, പാട്ട് തന്നെ ഇല്ലേ അല്ലേ. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നപ്പോൾ ഇങ്ങനെ പല്ലും അവിടെ വരുമായിരുന്നു. ഞാൻ അവിടെ 3 വർഷം ട്രിവാൻഡ്രത്തായിരുന്നു. ഞാൻ ഒരിക്കൽ പോലും ഞാൻ ലുലുമാളോ അല്ലെ അങ്ങനെ സ്ഥലം ഞാൻ കാണാൻ പോയിട്ടേ ഇല്ല. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ കാണാൻ പോകുന്ന ലുലുമാൾ, ഞാൻ കാണാൻ പോകുന്ന വലിയ വാണിജ്യ കേന്ദ്രത്തേക്കാൾ എത്രയോ മനോഹരമാണ് ഞാൻ കാണാൻ പോകുന്ന സ്വർഗം. അപ്പം ഞാൻ ആയിരിക്കുന്ന എൻ്റെ ധ്യാനകേന്ദ്രമാണ് എൻ്റെ സ്വർഗം അല്ലേ. അങ്ങനെ അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുക വെച്ചാൽ നമുക്ക് യേശുവിൽ നമ്മൾ ആനന്ദിക്കുമ്പോൾ നമുക്കെന്തറിയാവും, നമുക്ക് ഏകസ്ഥനാണെന്ന് തോന്നില്ല, നമുക്ക് ബോറിങ് അറിയില്ല എന്താണെന്ന്. ഞാൻ 3 വർഷക്കാലം അവിടെ താമസിച്ചു. ഒരു 2.5 ഏക്കർ സ്ഥലത്തിലുള്ള ഒരു ധ്യാനകേന്ദ്രമാണ്. പക്ഷേ അവിടെ ധ്യാനകേന്ദ്രം ആരംഭിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് മാസത്തിൽ 1 ധ്യാനമോ 2 ധ്യാനമോ ഒക്കെ ഉള്ളായിരിക്കും. മറ്റു ദിവസങ്ങളിൽ ഞാൻ ഫ്രീ ആയിരിക്കും. ഞാൻ മിക്കവാറും ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ എന്നെ വിളിക്കുന്ന ചോദിക്കും, ജോഷി ഒറ്റയ്ക്കാണോ എന്ന്. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാൻ ഒറ്റയ്ക്കാണോ അല്ലയോ. കാരണം എൻ്റെ കൂടെ ദൈവമുണ്ട്, എൻ്റെ കൂടെ ഈശോയുണ്ട്, അവിടെ പരിശുദ്ധ അമ്മയുണ്ട്, അവിടെ പരിശുദ്ധ മാലാഖമാരുണ്ട്, അവിടെ വിശുദ്ധരുണ്ട്. അപ്പം പലപ്പോഴും ഈ പലരുടെയും, പ്രത്യേകിച്ച് കൊറോണക്കാലത്തുള്ള പലരുടെയും പ്രശ്നം വരുന്നത് കഴിഞ്ഞാൽ ഏകാന്തത അനുഭവിക്കുക. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഏകാന്തത അനുഭവിക്കുക? ഈശോ കൂടെ ഉണ്ടെന്നുള്ള തോന്നലില്ലാത്തത് കൊണ്ടാണ്. ശരിക്കും അവിടുത്തെ ഞാൻ ഇരുന്ന പള്ളിയിൽ ഒരു കുടുംബത്തെ ഞാൻ മാമോസം വെക്കി ഒരു യേശുവിനെ അറിഞ്ഞ് അവർ യേശുവിനെ അനുഭവിച്ച് എല്ലാവരും നല്ല പ്രാർത്ഥനയിലേക്ക് വന്നു. അപ്പോഴേക്ക് അവർ എന്നോട് ഷെയർ ചെയ്ത് പറയുകയാണ്, അച്ഛാ പണ്ട് ഞങ്ങൾക്ക് എപ്പോഴും സമയം മിച്ചമായിരുന്നു, അത്യാവശ്യം പിന്നെ ചുമ്മാ ഇരിക്കുക, സമയം മിച്ചമാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടമാതിരി പ്രാർത്ഥിക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ സമയം തികയുന്നില്ല. അങ്ങനെ പക്ഷേ ഞങ്ങൾ എപ്പോഴും ആനന്ദത്തിലാണെന്ന് പറയുകയാണ്. അപ്പം നിങ്ങൾ ഈ രാത്രി കഷ്ടപ്പെട്ടൊക്കെ ഇവിടെ വരുന്നു, അല്ലെ നിങ്ങൾ ഈ ഒത്തിരി ധ്യാനം കൂടാൻ വേണ്ടിയൊക്കെ പോകുന്നു, ഇത് നല്ലതാണ്, യാതൊരു കുഴപ്പമില്ല, എല്ലാം ചെയ്യണം, അങ്ങനെ മുമ്പോട്ട് പോകണം. പക്ഷേ നമ്മൾ ആത്മാവിൽ ആനന്ദിക്കണം. ആത്മാവിൽ നമ്മൾ നിറഞ്ഞ് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥന ഹരമായിട്ട് മാറണം. ഈശോയുടെ സാന്നിധ്യം നമ്മൾ സന്തോഷിക്കണം. അപ്പം നമുക്കുണ്ടാകുന്ന പ്രത്യേകത, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവട്ടിലും നമ്മൾ ഈശോ നയിക്കുന്നതിന് നമുക്കുണ്ടാകും.